നമ്മൾ പ്രതീക്ഷിക്കണ്ട. അള്ളാഹു തരുന്ന പരിശീലന കളരിയിൽ നമ്മൾ വിജയിക്കാൻ സാധ്യമാവണം. പകൽ സമയത്ത് കൃത്യമായി നോമ്പ് നോക്കണം, രാത്രി സമയത്ത് തറാവീഹ് നിസ്കരിക്കണോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, നമ്മളൊക്കെ ആ നിലക്ക് റമദാൻ വരാണ്, ആ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കണം, തറാവീഹ് നിസ്കരിക്കണോ. ഇപ്പൊ നമ്മൾ ഒരുങ്ങണം. ഇപ്പോ റമദാൻ മുന്നൊരുക്കത്തിന്റെ വേദിയിൽ വെച്ച് ഇപ്പോൾ നമ്മൾ ഒരുങ്ങണം. ഞാൻ ഈ വരുന്ന റമദാനിലെ ഒരു നോമ്പും ഒഴിവാക്കൂല എന്ന് തീരുമാനം നമ്മുടെ ഖൽബിൽ നിന്ന് വരണം. ഈ വരുന്ന റമദാനിലെ ഒരു തറാവീഹ് നിസ്കാരവും എന്നിൽ നിന്ന് പാഴായി പോകൂല എന്ന് ഓരോ വിശ്വാസിയും തീരുമാനമെടുക്കണം. ആ തീരുമാനം ഖൽബിൽ നിന്ന് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പാകപ്പെടുമ്പോൾ നമ്മുടെ ശരീരം പാകപ്പെട്ടു പോകും. റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ നോക്ക്, നോമ്പ് നോൽക്കണമെന്ന് ഖൽബിൽ കരുതി നോമ്പ് നോറ്റാൽ പകൽ സമയത്ത് വെള്ളം കൂടിയില്ലല്ലോ. ഒരു മണിക്കൂർ നീണ്ട വഅദ പറയുന്ന പ്രഭാഷകൻ വെള്ളം ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ട് പ്രസംഗിച്ച് ശീലിച്ച ഒരു പ്രഭാഷകൻ റമദാനിന്റെ ബദരീങ്ങളുടെ ആണ്ടിന്റെ അന്ന് ളുഹർ നിസ്കരിച്ച് അസ്ർ വരെ ബദർ ഖിസ്സ പാട്ട് പാടിയാലും ഒരു മുറുക്ക് വെള്ളം ആ പ്രഭാഷകന് വേണ്ട. എന്തേ? മനസ്സ് പാകപ്പെട്ടു പോയി, മനസ്സിൽ തീരുമാനം വന്നുപോയി. എനിക്ക് സുബഹി മുതൽ മഗ്രിബ് വരെ വെള്ളം കിട്ടൂല, വെള്ളം കിട്ടിയാലും എനിക്ക് കുടിക്കാൻ പറ്റൂല. മനസ്സിൽ തീരുമാനം കൊണ്ടുവന്നാൽ നമ്മുടെ ശരീരത്തോട് മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കും. സിഗരറ്റ് വലിക്കുന്ന ആള് പണ്ടൊക്കെ നായനെ വളർത്തിനു പെരക്കൊരു കാവലിന് വേണ്ടി. ഇപ്പൊ നായന്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ? വീടി വലിക്കണ ഈ കാക്കന്നെ നേരം വെളുക്കോളം കൊരക്കാണ്. പിന്നെ എന്തിനാ നായന്റെ ആവശ്യം? നായന്റെ ആവശ്യം പിന്നല്ലോ. എന്ന പോലെ ഈ സിഗരറ്റ് വലിക്ക, വീടി വലിക്ക എന്നൊക്കെ പറഞ്ഞ ശരീരത്തിന് ഹാനികരമാണ്, ആരോഗ്യത്തിന് കേടാണ്. ഇത് അറിഞ്ഞാലും അത് വലിക്കും. റമദാനായാലോ വലിക്കൂല. എന്തേ? അത് പറ്റൂല, അതുകൊണ്ട് വലിക്കൂല. മുറുക്കുന്ന ആളുകളല്ലേ റമദാന്റെ സുബഹി മുതൽ മഗ്രിബ് വരെ മുറുക്കുന്നില്ല. വെള്ളം മുന്നിൽ കണ്ടാലും കുടിക്കുന്നില്ല. ചുണ്ടിനോട് പറയും വലിക്കണ്ട എന്ന് മനസ്സ് പറയും. അതേ വായയോട് പറയും, നാവിനോട് മനസ്സ് പറയും അശ്ലീലം പറയണ്ട, നിനക്ക് നോമ്പാണ്. ശരീരത്തിലെ കയ്യിനോട് മനസ്സ് വിളിച്ചു പറയും, നോമ്പുകാരനായ മനസ്സ് പറയും വേണ്ട, നീ കൈകൊണ്ട് അത് ചെയ്യണ്ട, നിനക്ക് നോമ്പാണ്. കാലിനോട് മനസ്സ് പറയും വേണ്ട, സിനിമ തിയേറ്ററിലേക്ക് നീ നടക്കണ്ട, ഹറാമിലേക്ക് നടക്കണ്ട, നിനക്ക് നോമ്പാണ്. ഇങ്ങനെ മനസ്സിലൊരു തീരുമാനം കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ എല്ലാ അവയവങ്ങളും മനസ്സ് നിയന്ത്രിക്കുന്നതാണ്. കണ്ണുകൊണ്ട് അശ്ലീലങ്ങളിലേക്ക് നോക്കി ശീലിച്ച ഒരു മനുഷ്യന് വിശുദ്ധ റമദാനാകുമ്പോ ആ റമദാനിൽ അശ്ലീലം കാണുമ്പോഴേക്കും മനസ്സ് കണ്ണിനോട് പറയാ വേണ്ട, നോമ്പാണ്. എല്ലാ അവയവങ്ങളെയും മനസ്സ് നിയന്ത്രിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമുക്കൊരു ഉറപ്പ് വേണം, ഈ റമദാനിൽ എനിക്ക് നോമ്പ് നോക്കാൻ കഴിയും. എത്ര ചൂടാണേലും എന്റെ നോമ്പ് നഷ്ടപ്പെടൂല, എന്റെ തറാവീഹ് നഷ്ടപ്പെടൂല. ഈ ഒരു തീരുമാനം നമ്മുടെ ഖൽബിൽ വേണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീദതൻ ഫീമാ സിവാ. റമദാനിൽ ഒരു നന്മ ഒരാൾ ചെയ്തു, ഒരു സുന്നത്തായ കർമ്മം ചെയ്തു എങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ റസൂല് പറയാണ്, റമദാൻ അല്ലാത്ത മാസത്തില് ഒരു ഫർള് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം
ഒരു സുന്നത്ത് റമദാൻ മാസത്തിൽ ചെയ്താൽ കിട്ടുമെന്ന് അസ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ അദ്ദാ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. റമദാനിൽ ഒരാള് ഒരു ഫർള് ചെയ്താൽ മറ്റു മാസങ്ങളിൽ 70 ഫർള് ചെയ്തതിന്റെ കൂലി അല്ലാഹു റമദാനിലെ ഒരു ഫർളിനെ കൊടുക്കുമെന്ന് അസ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല, സ്വഹാബത്തിനോട് റസൂലുള്ളാഹ് പറയാൻ വഹുവ സഹ്റുസ് സബരി, അത് ക്ഷമയുടെ മാസമാണ്, വല്ലാതെ ക്ഷമയുള്ള മാസമാണ്. ഓ ഉമ്മമാരെ, വീടുകളിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു നോർമൽ സ്റ്റേജിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ഒന്ന് വികൃതിയാട്ടുമ്പോ, മക്കളോ പേരമക്കളോ ഒന്ന് പറയിപ്പിക്കുമ്പോ നമ്മുടെ ക്ഷമ കറ്റുപോവും. എന്നാൽ അപ്പോഴേക്ക് മനസ്സ് മന്ത്രിക്കും, ക്ഷമിക്കണേ, ഇത് റമദാനാണ്, ക്ഷമിക്കണേ, ഇത് മാസം റമദാനാണ്, ക്ഷമയുടെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വസ്സബ്റു ജസാഉൽ ജന്നാഹ്, എന്താണ് ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലം സ്വർഗമാണ്. ഇരിക്കട്ടെ, വശഹറുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ റിസ്ക് അല്ലാഹു വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന മാസമാണ് റമദാൻ. വശഹറുൽ മുവാസാ, അതേ പരസ്പരം സമാധാനത്തിന്റെ മാസമാണ് റമദാൻ, ശാന്തിയുടെ മാസമാണ് റമദാൻ. എല്ലാവരോടും സമാധാനത്തോടെ പെരുമാറുന്ന മാസം. ആർക്കും ഒരു വ്യത്യാസമില്ല. പണക്കാരനും നോമ്പ്, പാവപ്പെട്ടവനും നോമ്പ്, പണ്ഡിതനും നോമ്പ്, പാമരനും നോമ്പ്, എല്ലാവരും ഒരുപോലെ, എല്ലാവരും വലിയ സമാധാന അന്തരീക്ഷത്തോടെ ജീവിക്കുന്ന ഒരു മാസം വിശദീകരിക്കാനുണ്ട്. ചുരുക്കട്ടെ, മൻ ഫത്തറ ഫീ സ്വഇമൻ കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി വയഖ്തു റഖബതിഹി മിനൻ നാരി വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരിഹി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വരാനിരിക്കുന്ന മാസത്തിൽ നോമ്പ് തുറപ്പിച്ചാൽ, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലം 3 ഹദീസിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ പറയും ഒരു പടിക്ക് 3 പക്ഷി, ഒരു പടിക്ക് 2 പക്ഷി എന്നേ ചൊല്ലുള്ളൂ. പക്ഷേ ഈ ഹദീസ് വായിച്ചു നോക്കുമ്പോൾ ഒറ്റപടിക്ക് 3 പക്ഷി എന്ന് പറഞ്ഞ പോലെ റമദാൻ നോമ്പ് തുറപ്പിക്കുന്നവന് 3 കൂലിയാണ് ഈ ഹദീസിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒന്നാമത്തത് മഗ്ഫിറത്തുൽ ലിദുനൂബിഹി, അവന്റെ തെറ്റുകളെല്ലാം അല്ലാഹു മായ്ച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. രണ്ടാമത്തെ ഗുണമെന്താണ്? നരകമോചിതരിൽ അവനെ അല്ലാഹു ചേർത്തു. അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. മൂന്നാമത്തതെന്താണ്? വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ. അതേ നോമ്പ് നോറ്റ ആൾ, നോമ്പ് തുറപ്പിക്കുന്ന ആളുണ്ടല്ലോ, ആ നോമ്പ് തുറപ്പിക്കപ്പെടുന്ന ആളുടെ നോമ്പിന്റെ പ്രതിഫലം ഒട്ടും കുറഞ്ഞു പോകാതെ അവന്റെ അക്കൗണ്ടിലേക്ക് ഓൺ ദി സ്പോട്ടിൽ ആ കൂലി അല്ലാഹു ആഡ് ചെയ്യുന്നു. ഇതെന്തൊരു വലിയ മഹത്വമാണ്. മറ്റുള്ളവര് നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി ഒട്ടും അല്ലാഹു കുറക്കൂല. ആ കൂലിയിൽ നിന്ന് ഒരു ലെവലേഷൻ കുറക്കാതെ
അതിന്റെ പോലതുപോലെ കൂലി നോമ്പ് തുറപ്പിക്കുന്നവനും അല്ല കൊടുക്കുന്നു. നമ്മൾ തീരുമാനിക്കണം, മനസ്സുകൊണ്ട് തീരുമാനിക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഒരു പൂച്ച ഇങ്ങനെ വലിയൊരു കുളം അല്ലെങ്കിൽ വലിയ വീതിയുള്ളൊരു പുഴ, ആ പുഴയിലേക്ക് നീന്താൻ വേണ്ടി, അക്കരെ കടക്കാൻ വേണ്ടി ഒരാള് പൂച്ച അവിടെ നിൽക്കട്ടെ, ഒരു മനുഷ്യൻ അങ്ങോട്ട് ചാട്. എന്തിനാണ്? അക്കരക്ക് എത്തണം എന്നാണ് അവന്റെ ലക്ഷ്യം. പുഴയിലേക്കാണ് ചാടുക. ചാടുമ്പോ അവന്റെ മനസ്സിൽ എന്താ ഉള്ള തരങ്ങള്? അങ്ങോട്ട് എത്തൂലേ? ഉറപ്പില്ല. അത് ചാടിയൊക്കെ അല്ലേ? ചാടുമ്പോ തന്നെ ഈ ഒരു നീയത്താണെങ്കിൽ എത്തൂല. ഏതായാലും നോക്കല്ലേ, ചാടും. നീന്തി ആ പുഴന്റെ പകുതി എത്തുമ്പോ കുഴങ്ങും. കാരണം ബേജാറിലാണ്, എത്തൂലെന്ന് അവനക്കൊരു തോന്നലുണ്ട്. അപ്പൊ അവനിങ്ങനെ തല ഉയർത്തി നോക്കുമ്പോ, എത്താനുള്ള സ്ഥലം നോക്കുമ്പോ, അള്ളാഹ് പത്തരം നീന്തണ്ട, ഞാൻ തിരിച്ചു പോകുകയാണെന്ന് വെച്ച് തിരിച്ചു നോക്കുമ്പോ അള്ളാഹ് ഇത്തരം നീണ്ട് പോലും ചെയ്തോ. മുങ്ങിയോടെ മരിക്കല്ലാണ്ട് വെള്ളം കുടിച്ച് മരിച്ചാൽ പോവാ, അല്ലാതെ വേറെ നിർവാഹമൊന്നും ഉണ്ടാവില്ല. എന്തേ കാരണം? മനസ്സ് പാകപ്പെട്ടില്ല എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും മനസ്സ് പാകപ്പെടണം. റമദാനിലെ നോമ്പ് അതിപ്പോ ആവൂല, 30 അല്ലാത്ത ചൂടൈക്കരെ തറാവീസ്കാരം അതൊന്നും ആവൂല. അതുകൊണ്ട് തന്നെ തറാവീഹ് മുടക്കരുത് എന്ന് തീരുമാനം എടുക്കുന്നതോടൊപ്പം ഈ വർഷത്തെ റമദാനിൽ എനിക്ക് ഒരാളെ നോമ്പുറപ്പിച്ച ആ ആളെ കൂലി കിട്ടൂലേ? എനിക്കൊരു 100 ആളെ നോമ്പുറപ്പിക്കണം. തീരുമാനിക്കാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെന്താ വേണ്ടു? റമദാനാവട്ടെ കാണിച്ചരാം ആവൂല. റമദാനാവട്ടെ കാണിച്ചരാം ആവൂല. അതിന് മുൻ ഒരുക്കം വേണം, മുന്നേ ഒരു പ്ലാനിങ് കാണണം. എങ്ങനെയാണ് ഒരു 100 ആളെ നോമ്പുറപ്പിക്കാൻ? സഹോദരിമാരെ, ഒരു കാരണവശാലും നോമ്പ് തുറപ്പിക്കുന്ന ഫംഗ്ഷനിൽ ഒരു 100-150 ആളെ വിളിക്കരുത്. എന്റെ ഒരു അപേക്ഷയാണ്. എന്റെ വലിയ നോമ്പുണ്ടാക്കേണ്ട ഉസ്താദേ, ഉണ്ടാക്കിക്കോ. പക്ഷേ 100-150 ആളെ നീ നിന്റെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കുണ്ടാക്കിയാൽ നിന്റെ തറാവീഹ് ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇശാ ഉണ്ടാവില്ല, മഗ്രിബും കല്ലത്തായി പോകും. അതുകൊണ്ട് ഒറ്റ തറാവീഹ് മുടക്കുന്ന ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കാൻ പാടില്ല. സ്വലാത്ത് മജ്‌ലിസിലേക്കൊക്കെ പോകാം, അവനാന്റെ പള്ളിയിലെ മഹല്ലിലെ പരിപാടികൾ, ബദർ പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാം. പക്ഷെ ഒരു തറാവീഹ് നഷ്ടപ്പെടാൻ പാടില്ല. അത് നമ്മുടെ തീരുമാനം കൽവിലുണ്ടാവും. തീരുമാനം കൽവിലുണ്ടെങ്കിൽ ശരീരം അതിനനുസരിച്ച് പാകപ്പെട്ടു വരും. ഇല്ലെങ്കിലോ സുബ്ഹാനല്ലാഹ്, ഒരു തീരുമാനം ഒരുക്കൊന്നുമില്ലാതെ റമദാനിലേക്ക് അത് കടന്നാലോ റമദാൻ കഴിയും. റമദാൻ കഴിയുമ്പോൾ ഒരു ദിക്റുണ്ട്. എന്താ അറിയോ? വന്ന മാറ്റം പോയില്ലേ, എത്ര പെട്ടെന്നാ പോയത്. റമദാൻ കഴിയുമ്പോഴേ ദിക്ർ അങ്ങനെ എത്ര പെട്ടെന്നാ പോയതില്ലേ. ഈ ദിക്റൈക്കാരൻ റമദാൻ കഴിയുമ്പോൾ നമുക്ക് പറയണ്ടാവും. എന്നാൽ റമദാൻ പ്ലാനിങ്ങോടുകൂടെ എനിക്കൊരു 100 ആളുടെ നോമ്പ് തുറപ്പിച്ചതിന്റെ കൂലി കിട്ടണം. അതെങ്ങനെ? വളരെ സിമ്പിളാണ്. നമ്മളെ മോനോട്, കുഞ്ഞുട്ടിയെ, കുഞ്ഞുട്ടിയെ, ഇപ്പാന്റെ കുട്ടി, എന്റെ തുണക്കാരന്മാർ എത്ര ആളുണ്ട്, ഫ്രണ്ട്സ് എത്ര ഉണ്ട്, എനിക്ക് 8 ആളുണ്ട്, ഇത് 2 ആളുകളാണ് കൂട്ടിക്കോ. ബാപ്പ പറയണം, ഞാൻ തമാശക്ക് പറയാം, ഉമ്മ പറയണം, 8 ആള് കൂട്ടുകാരുണ്ടെങ്കിൽ നീ ഒരു 2 ആളിന്റെ കൂട്ടി 10 ആളപ്പാന്റെ കുട്ടി നാളെ കഴിഞ്ഞ് മറ്റൊന്ന് നോമ്പോക്കാൻ വിളിച്ചോ. എന്താ ഉണ്ടാക്കാൻ എന്റെ നോക്കാരന്മാർക്ക്? എന്താ ബിരിയാണി ഉണ്ടാക്കുക? ബിരിയാണി ഉണ്ടാക്കുക. സഹോദരങ്ങളെ, ആ കുഞ്ഞുമോന്റെ കൽവിലുണ്ടാകുന്ന ഒരു സന്തോഷം, എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്നെ പരിഗണിച്ചല്ലോ എന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഈ റമദാനിൽ എന്തൊരു പരിഗണനയായിരിക്കും ആ കുട്ടിക്ക് കിട്ടുന്നത്. ഒരു ദിവസം 10 കൂട്ടുകാർ അവന്റെ കൂട്ടുകാരെ വിളിക്കാം. നമ്മളെ മോളെ വിളിക്കാം, മോളെ എന്റെ കൂട്ടുകാരികൾ എത്ര ആളുണ്ട്? ഒരു 5 ആളുണ്ട് മച്ചേ, എന്നാ 5 ആളിൽ മറ്റൊന്നാൾ നോമ്പുറക്കം അങ്ങോട്ട് വിളിച്ചോ. എന്താ ഉണ്ടാക്കേണ്ടത്? നമുക്ക് ഉണ്ടാക്കാം, ഭക്ഷണം കൊടുക്കാം. സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോളുടെ കൽബിലുണ്ടാകുന്ന സന്തോഷം ചില്ലറയല്ല. ആ പൊന്നുമോൾക്കുണ്ടാകുന്ന സന്തോഷം ചില്ലറയല്ല.
പ്രായമുള്ള നമ്മുടെ വീട്ടിലുള്ള ഉപ്പ, ആ ഉപ്പാനെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഉപ്പ അങ്ങാടിയിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് കൂട്ടുകാരില്ലേ? ആ ഉണ്ട്. ആരാ? അബൂബക്കറാജുണ്ട്, ബഷീറാജുണ്ട്, നദീറാജുണ്ട്, നാസറാജുണ്ട്. ഇങ്ങനെ ഒരു 5-6 ആൾക്കാരുണ്ട്. എന്നപ്പാനോട് പറയപ്പാ നിങ്ങളാ ഓരൊക്കെ മറ്റന്നാൾ ഈ പറഞ്ഞെല്ലാം മറ്റന്നാൾ ഒരു ദിവസം കേട്ടോ. ഒരു നോമ്പുറ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം മറ്റന്നാൾ അല്ലെങ്കിൽ നാളെ. അപ്പൊ നമ്മുടെ പെണ്ണുങ്ങന്മാർക്ക് ഒരൊറ്റ തറാവീഹും ഒരു 10 ആളെ നോമ്പുറപ്പിച്ചാലൊന്നും ഇന്നത്തെ കാലത്ത് തറാവീഹ് മുടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതിന് മാത്രമുള്ള പെണ്ണുണ്ടാവില്ല. ഒരു 10, കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ 5 ആളില്ലേ, അല്ലെങ്കിൽ 6 ആളില്ലേ, അല്ലെങ്കിൽ 7 ആളില്ലേ. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ ഒരു 10 ആൾക്ക് ഭക്ഷണം കാണുമ്പോ സാധാ ഭക്ഷണം, അല്ലെങ്കിൽ ഒരു ബിരിയാണി, അല്ലെങ്കിൽ ഒരു പത്തിരി ഇറച്ചി, എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി 10 ആളെ നോമ്പ് ഉറപ്പിക്കുക. അങ്ങനെ റമദാൻ 30 കഴിയുമ്പോഴേക്ക് ഉപ്പാന്റെ കൂട്ടുകാരൊരു 10 ഭാര്യയോട് പറയാ, മാളോ മാളുണ്ടോ, മാളോ എന്റെ തുണക്കാരത്തിയാളെ അല്ലെങ്കിൽ എന്റെ ഏട്ടത്തിയാളെയും എന്റെ ഉമ്മാനെയും എല്ലാരും ഒന്ന് വിളിച്ചോ, നമുക്ക് മറ്റന്നാൾ ഓളങ്ങൾ തോർപ്പിക്കാം. ഈ മാളുങ്ങനെ നോക്കി എന്താപ്പത് കേൾക്കണത്? എല്ലാ കൊല്ലം എല്ലാ കുടുംബങ്ങളും ചേർത്തിട്ടാ നോമ്പർപ്പിക്ക. ഈ വർഷം ഒരു വെറൈറ്റി. കുട്ടിന്റെ തുണക്കാരന്മാര് വേറെ, ഇന്റെ തുണക്കാരത്തിയാളൊക്കെ വിളിച്ചേ. വിളിച്ചോ, സന്തോഷം, അൽഹംദുലില്ലാ. അങ്ങനെ ഭാര്യയുടെ സുഹൃത്തുക്കളെ, കൂട്ടുകാരികളെ ഒരു 10 ആളെ നോമ്പർപ്പിക്കാം. ഇങ്ങനെ നമ്മളൊരു പ്ലാനിങ് കണ്ടാൽ ഈ വർഷത്തെ റമദാൻ മാസത്തിൽ 100 ആളുകളെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് കഴിയുകയും ഒരൊറ്റ തറാവീഹ് പോലും നഷ്ടപ്പെടാതെ നല്ല റാഹത്തോടെ റമദാനിന് അനുകൂലമായി സാക്ഷി നിർത്തും വിധം റമദാൻ ശരീഫിനെ പറഞ്ഞേക്കാൻ, യാത്രയപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും കേട്ടോ. ഈ ഒരു പ്ലാനിങ്ങോടെ റമദാനിലേക്ക് കിടക്ക് എങ്കിൽ നമുക്ക് സാധിക്കും. തീർച്ചയായും പ്ലാനിങ് ഇല്ലാതെ ആണ് കിടക്കട്ടെ, റമദാൻ എത്തട്ടെ എന്നിട്ട് നോക്കാന്ന് കരുതിയാല് റമദാനോട് കഴിയും ചെയ്യും, 2ലും കൂടും ചെയ്യും ശരീരം, അല്ലേ? അതെന്താ കാരണം? ബാങ്ക് കൊടുത്താല് ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ മഗ്‌രിബിന്റെ മുമ്പ് വാങ്ങി സിഗരറ്റ് വലിക്കുന്ന ആളെ സിഗരറ്റിന്റെ പാക്കറ്റ് ഇങ്ങനെ കാണുമ്പോ ഓനെന്താ വന്നിരിക്കുന്നത് മനസ്സില്? നിൽക്കേ, അവിടെ നിൽക്കേ, ബാങ്ക് കൊടുക്കട്ടെ, ഞാൻ കാണിച്ചരാം. സിഗരറ്റിന്റെ പാക്കറ്റിനോട് മുറുക്കാൻ തന്ന ഉമ്മയാണെങ്കിലോ വെറ്റുന്നാണ് ഇവിടെ നിൽക്ക്, ബാങ്ക് കൊടുക്കട്ടെ, കാണിച്ചരാം അല്ലേ? ഇത് സാധാരണഗതിയിൽ കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചോണ്ട് ശീലിച്ച ഒരു ഉപ്പയാണ് എങ്കിൽ കട്ടൻ ഇങ്ങനെ കാണുമ്പോഴേക്ക് കട്ടാ ഒന്ന് നിൽക്കടാ, മഗ്‌രിബാകട്ടെ, കാണിച്ചു തരാട്ടോ. എല്ലാത്തിനും അളവ് മഗ്‌രിബാണ്. നമ്മുടെ മനസ്സ് നമ്മൾ തീരുമാനിച്ചു വെച്ച പകൽ സമയത്ത് കുടിക്കൂല, തിന്നൂല, അശ്ലീലം പറയൂല, വേണ്ടാത്തത് സംസാരിക്കൂല, സാക്ഷിയാവൂല എന്ന് നമ്മുടെ കൽബുകൊണ്ട് തീരുമാനിച്ചതുപോലെ ഒരു 10 മണിക്കൂർ കൂടെ രാത്രിയിലും ഞാൻ അശ്ലീലം കാണൂല തീരുമാനിക്കാൻ കഴിയണം. രാത്രിയിലും ഞാൻ സിഗരറ്റ് വലിക്കൂല തീരുമാനിക്കാൻ കഴിയണം. രാത്രിയിലും വേണ്ടാത്തതിലേക്ക് എന്റെ കൽബ് തിരിയൂല. മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ നടപ്പിലാക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് റമദാനിന് ഒരുങ്ങുമ്പോ ഇങ്ങനെയുള്ള ചിന്തയോട് കൂടെ റമദാനിൽ നമ്മൾ പ്രവേശിക്കാൻ കഴിയണോ? ഇങ്ങനെയൊക്കെ റമദാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നല്ല റാഹത്തോടുകൂടെ റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ രഹസ്യമായി ആരെയും ബോധ്യപ്പെടുത്താനല്ല, സുബ്ഹാനല്ലാഹ്
സ്വർഗത്തിലൂടെ പാറി കളിക്കുന്ന നിങ്ങളാരാ? അലൈഹിസ്സലാമിനോട് അവര് പറയുന്ന മറുപടി എന്താണ്? ഞങ്ങള് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. ഞങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് റിദ്വാൻ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഹൽ റഅയ്തുൽ ഹിസാബ്, നിങ്ങൾ ഹിസാബ് കണ്ടിട്ടുണ്ടോ? നന്മയും തിന്മയും അതേ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം തൂക്കി നോക്കുന്ന വിചാരണ ചെയ്യുന്ന ഒരു വിചാരണയുണ്ടല്ലോ, നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നിങ്ങളത് എത്തിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലാതെ സ്വർഗത്തിലെത്തി. ഹൽ റഅയ്തും സിറാത്ത്, നിങ്ങൾ സിറാത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ സിറാത്ത് കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ആരാണ്? ബിമ വജത്തും ഹാദിഹി ദറജാ, പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലെത്തിയത്? എന്തൊരു അമലാ നിങ്ങളിൽ അല്ലാഹു സംവിധാനിച്ചത്? അബദനല്ലാഹു സിർറൻ ഫീ ദാരിദ് ദുനിയാ വഅദ്ഖലനൽ ജന്നത സിർറൻ ഫീ ദാരിൽ ആഖിറ. ഞങ്ങൾ സ്വകാര്യമായി ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. ആരുടെയും കാഴ്ചക്ക് വേണ്ടിയല്ല, ആരുടെയും അഭിപ്രായത്തിന് വേണ്ടിയല്ല. ഞങ്ങളെല്ലാം ദുനിയാവിൽ ചെയ്തത് ഞങ്ങളുടെ റബ്ബിന്റെ പൊരുത്തത്തിന് സിർറായി രഹസ്യമായി ചെയ്തതാണ്. ഭക്ഷണം കൊടുക്കുന്നത് രഹസ്യം, സ്വതക്ക കൊടുക്കുന്നത് രഹസ്യം, എല്ലാ പ്രവർത്തനങ്ങളും രഹസ്യം. അല്ലാഹുവിന്റെ പൊരുത്തം എങ്കിൽ അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിൽ രഹസ്യമായി കടത്തിയതാ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. ഈ റമദാനിന്റെ മുന്നൊരുക്ക വഅദുകളും പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയുള്ള അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ വന്നതും പ്രവർത്തിച്ചതും ഇങ്ങോട്ട് നടന്നതും ഇവിടെ ഇരുന്നതും എല്ലാ സഹായങ്ങളും പ്രവർത്തനങ്ങളും നാളെ സ്വർഗം കിട്ടാൻ അല്ലാഹു കാരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൃത്യം 4 മണിയായി നമ്മുടെ ക്ലാസ് സമാപിക്കുന്നു. അല്ലാഹു തആല നാളെ കൃത്യം 2:30 മണിക്ക് നമുക്ക് തുടങ്ങണം. നമ്മുടെ ബാങ്ക് കൊടുത്തോട്ടെ. ഒരു ചെറിയ ദുആ, അങ്ങനെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദ്വാരക്ക. ഒരു 11 ലാ ഇലാഹ